ഹലോ, നമുക്ക് ഇന്ന് അൽഹുവിൻ്റെ ഇൻട്രോ ഒന്ന് തുടങ്ങാവേ. അൽഹുവിൻ്റെ വക എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഒരു ഹായ് ഉണ്ട്, പിന്നെ ഒരു പ്ലെയിൻ കേസും ഉണ്ട്. ഇതൊന്നും അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല, ഇതൊക്കെ ഒരു ലക്കിന് കിട്ടുന്നതാണ്. അവൻ്റെ മൂഡ് അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ഒന്ന് രണ്ട് ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്കുള്ള കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അൽഹുവിന് ഇന്ന് രാവിലെ തൊട്ട് ചെറിയൊരു വയ്യാഴ്മ പോലെ, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. ചെവിന്റെ ബാക്കിലൊന്ന് പൊള്ളി ഇരിക്കുന്നത് പോലെ, പൊള്ളിയതാണോ ഇനി എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ചെവിന്റെ അവിടെ അത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നീരിറങ്ങിയിട്ട് പെടലിക്കൊക്കെ എന്തോ വേദന. അപ്പൊ രാവിലെ തൊട്ട് അവനിക്ക് എഴുന്നേക്കാൻ നേരമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പൊ നമ്മളൊന്ന് ഹോസ്പിറ്റലും കൂടെ കാണിക്കാന്ന് വിചാരിച്ച്. ഇപ്പൊ പുറത്തോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പുറത്തു പോകാനാണെന്ന് മനസ്സിലായി. അപ്പൊ അതിൻ്റെതായ സന്തോഷമൊക്കെയാണ്. ആ ഒരു സന്തോഷത്തിലാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ടാറ്റായും ബ്ലിങ്കീസും ഒക്കെ തന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീട്ടിലെ ഈ ഒരു അടുപ്പ് കുറച്ച് പഴയതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് റെഡിയാക്കണം. ഒന്നെങ്കിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കണം, അല്ലെങ്കിൽ റെഡിയാക്കണം. എല്ലാം അവിടെ ചെന്നിട്ട് അതിന്റെ വിലയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അടുപ്പ് നമ്മൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, നമുക്ക് അപ്പോൾ ഓട്ടോ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കുറച്ച് ുള്ളത് കൊണ്ട് അടുപ്പ് നമ്മൾ വീട്ടിൽ മൂത്താപ്പാനെ ഏൽപ്പിച്ചിട്ടാണ് വന്നാൽ. നമ്മൾ വിളിക്കാൻ നേരത്തേക്കിന് അടുപ്പുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നടന്നപ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോയത് ഹോസ്പിറ്റലിലോട്ടാണ്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ 4:30 ആകുമ്പോഴത്തേക്കിനാണ് വൈകിട്ട് ഡോക്ടർ ഇരിക്കുന്നത്. ഇവിടെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കാണ്. നമുക്ക് 20ാമത്തെ ടോക്കൺ നമ്പറാണ് കിട്ടിയത്. ഇതുവരെ ഡോക്ടർ ഇരുന്നിട്ടില്ലായിരുന്നു. എല്ലാവരും ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വരാൻ നേരം പിന്നെ അൽഹുനാണ് അസുഖം, നമുക്കാണ് അസുഖം എന്ന് നമുക്ക് ഡൗട്ടായിപ്പോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ മൊത്തം ഓടിക്കളിയായിരിക്കും. ഡോക്ടറിനെ കാണാൻ മാത്രം കയറത്തില്ല. അന്നേരം ഭയങ്കര നിർബന്ധവും കരച്ചിലുമായിരിക്കും. പിന്നെ നമ്മളിവിടെയൊക്കെ ഇട്ട് കറക്കി. ഹോസ്പിറ്റലിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളെല്ലാം നമ്മളെ അവൻ കൊണ്ട് നടന്ന് കാണിച്ചു തരും. ഇങ്ങനെ ആയിരുന്നപ്പോഴത്തേക്കും അൽഹുവിനെ കൊണ്ട് നമ്മളിവിടെ വരാൻ നേരത്തേക്കും നമ്മളെ ഫസ്റ്റ് തന്നെ ഡോക്ടർ വിളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും വിളിക്കും. പിന്നെ അത്യാവശ്യം തിരക്കൊക്കെയാണ്, നമ്മളെ കണ്ടില്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മളൊരു ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു റൈസ് കുക്കർ മേടിക്കണമായിരുന്നു. ഇപ്പൊ ഗ്യാസിനൊക്കെ എന്താ വില. ഗ്യാസൊക്കെ ലാഭിക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് വേണം. വീട്ടിലെ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ റൈസ് കുക്കർ മതിയായിരുന്നു. ഞാൻ 1 കിലോന്റെ ഒരു റൈസ് കുക്കറാണ് എടുത്തത്. നമ്മൾ പിന്നെ അത് അവിടുന്ന് മേടിച്ചിട്ട് 1 വർഷത്തെ എന്തോ വാറന്റി ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടുന്ന് മേടിച്ചിട്ട് നമ്മൾ അടുത്ത് വേറൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പനിയാണല്ലോ. നമ്മൾ അൽഹുനെ കാണിച്ചിട്ട് വന്ന് പിറ്റേ ദിവസം ഞങ്ങളുടെ ഉമ്മിക്ക് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് കുറഞ്ഞപ്പോൾ പിന്നെ എനിക്കും പനിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ചെറിയ ജഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അൽഹുവിന് ചായയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞെടുത്തേ. പിന്നെ നമുക്കതങ്ങനെ അകത്ത് ചെറുതായിട്ട് ഊട്ടയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ്, തുരുമ്പടിക്കുന്ന ടൈപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചത് വെച്ചായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിലെ കുപ്പി ഗ്ലാസ് ഒക്കെ നല്ലപോലെ പൊട്ടി പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കുപ്പി ഗ്ലാസ് മൊത്തം നമ്മുടെ പ്രിയ ജുവലേഴ്സിൽ നിന്ന് ഗോൾഡ് മേടിച്ചപ്പോൾ കിട്ടിയ ഗ്ലാസ് ആണ്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഗ്ലാസ് ഒന്നും മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ഓവർ വലുതായിട്ടുള്ള കുപ്പി ഗ്ലാസ് ഇഷ്ടമല്ല. നമ്മൾ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ നേരം കിട്ടുന്ന ചെറിയ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ, അതേ ടൈപ്പ് ഗ്ലാസ് ആണ് കേട്ടോ. അത് ഞാനൊരു 5 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഗ്യാസ് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.